ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ ലാസ്റ്റ് പേഴ്സണൽ റീഡിംഗ് ചെയ്തത് ആ ഒരു നെഗറ്റീവ് എനർജി എന്നെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതുകൊണ്ടാണ് റീഡിങ്സ് ഒന്നും വിടാതിരുന്നത്. എന്തായാലും ജനറൽ റീഡിംഗ് മാത്രമേ ഇനി ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുമായിട്ട്. എന്തായാലും അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കാം നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് തളർന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഒരുപാട് സിറ്റുവേഷൻസിനെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്ന സാഹചര്യം ഇവിടെ കാണുന്നു. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇപ്പോൾ സാധ്യമല്ലാത്ത ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നു ആ ഒരു പേഴ്സൻ്റെ കൂടെയാണ് വിജയമുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ആത്മവിശ്വാസം വന്നതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു പാസ്റ്റിൻ്റെ മിസ്റ്റേക്കുകളെല്ലാം തന്നെ ആ ഒരു വ്യക്തിയുടെ എനർജി നഷ്ടപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഒരു സാഹചര്യം ആ ഒരു വ്യക്തിയെ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. എന്തായാലും ഈ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ ഒരു വ്യക്തി എവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ഓർമ്മകളിലാണ് ആ ഒരു വ്യക്തി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് എത്തണം. കാരണം അവർ പോയ സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അല്ലെ അവർക്ക് വേദനകളാണ് ആ ഒരു സിറ്റുവേഷൻസ് കൊടുത്തത്. അതാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു പുതിയൊരു വ്യക്തിയായി മാറിയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് ഈ ഒരു പേഴ്സൺ പഠിച്ചതായിട്ട് കാണുന്നു. ജീവിതം എന്താണ്, അല്ലെ താൻ ജീവിതത്തിൽ എന്താണ് തെറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു റീബർത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഓർക്കുന്നതും നിങ്ങളെ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായി എത്തണമെന്ന് വിചാരിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ നല്ല ആളുകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ആ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയർ ആയിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണെന്നാണ് കാണുന്നത് ഈ ഒരു സമയം.
എന്തായാലും ഈ ഒരു വ്യക്തി മാറി നിന്ന് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്തായാലും അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്, അല്ലെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജിയാണ്. എന്തായാലും നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നു. എന്തായാലും നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് വേർവിട്ട് പോകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം വന്നതായിട്ട് കാണുന്നു. ലൈഫിൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യബോധമുണ്ട്. ഇത്രയും നാൾ ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ വഴി തിരിച്ചു വിടാനായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ലക്ഷ്യബോധമുണ്ട്. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അല്ലെ എങ്ങോട്ടേക്കാണ് വരേണ്ടത് എന്നൊക്കെയുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ ആ വ്യക്തി പോലും, അതായത് ആ ഒരു വ്യക്തി വിശ്വസിച്ച ആളുകൾ തന്നെ ആ ഒരു വ്യക്തിയെ ചതിച്ച ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ഒരു ചതി നേരിട്ടതായിട്ട് ആ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് ഓടി എത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. എല്ലാ പ്രതിസന്ധിയും, മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെയെല്ലാം വകവയ്ക്കാതെ നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, ഓടി എത്തണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയുടെ തലയിലായിരിക്കാം. അപ്പം അതിനെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം എത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുള്ളത്, സമാധാനം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ പോയ സിറ്റുവേഷൻ എല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് വേദനയായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകണം, നിങ്ങളുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു സമയം എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല.
ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണുന്നത്. കാരണം അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ്, അല്ലെ ആ ഒരു വ്യക്തി പോയ സിറ്റുവേഷൻസ് എല്ലാം അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെന്നുള്ള വ്യക്തി മാത്രമേ ഉള്ളൂ. അല്ലെ നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം എത്തണം, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തി അനുഭവിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി വിശ്വസിച്ചവർ തന്നെ ആ ഒരു വ്യക്തിയെ ചതിച്ച സിറ്റുവേഷൻസാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്കുള്ളത്. എന്തായാലും ഈ ഒരു വ്യക്തി തൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഇപ്പോൾ നല്ല ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ്. കാരണം വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു തെറ്റെല്ലാം മനസ്സിലാക്കിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ തെറ്റ് കുറ്റബോധവും പശ്ചാത്താപവും എല്ലാം ഉള്ളതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം നിങ്ങളെ എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴെല്ലാം അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നു. എല്ലാ പ്രതിസന്ധിയും വെട്ടി വീഴ്ത്തി നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം ഓടിയെത്തണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരണം, എത്രയും വേഗം വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ഡിസിഷൻ എടുത്ത് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളാണ് അവരുടെ ലോകമെന്ന് പറയുന്നത്. ആ ഒരു ലോകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം. അതായത് ഇതൊരു റീയൂണിയൻ കാർഡാണ്, 6 ഓഫ് കപ്സ്. അതായത് ഇവിടെ നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസിലായിരിക്കാം ആ ഒരു പേഴ്സൺ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം നിങ്ങളുടെ അരികിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ. അതായത് സ്പിരിച്വൽ യൂണിയൻ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് എന്ന് പറയുന്നത്. വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അരികിലേക്ക് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെന്നുള്ള ലോകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ അരികിലേക്ക് വന്ന് അവരുടെ ഹൃദയം കൈമാറണം എന്നുള്ളത് തന്നെയാണ്. ഈ യൂണിവേഴ്സിൻ്റെ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെ അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കില്ല. അല്ലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എങ്ങോട്ട് പോകും, അല്ലെ ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു
റോങ് ചോയ്സസ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് ചിന്തിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻ ഒരിക്കലും സക്സസ്സിലേക്ക് എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ലൈഫിനെ പറ്റിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മാത്രം ഒരു ഡിസിഷനിലേക്ക് നീങ്ങുക. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. അങ്ങനെ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ്സിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സമയവും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ എത്രയൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടും, ഞാൻ അല്ലെങ്കിൽ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പം യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിനും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിനും എനർജിക്കും എല്ലാം ഒരു റിസൾട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് ലോങ് ടേമിലാണ് ആയിരിക്കാം ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഉടനെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ല നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഒരുക്കമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അല്ലെ ഒരു ഹാപ്പി ലൈഫ് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. 1974, 1989, 25, 4 May, within 72 hours, August, ഉത്രട്ടാതി നക്ഷത്രം, സെൻസിറ്റീവ്, 1978, yes possible, 50, ഡൽഹി, രോഹിണി നക്ഷത്രം, 47, 57, 3 weeks, letter U, Thursday, 43, 2023, 1973, വൃശ്ചിക നക്ഷത്രം, November, 64, tomorrow, abroad, letter M, football, ഭരണി നക്ഷത്രം, number 2, ഷാർജ, 2 months, 1982, Monday, 53, 8, number 15, Mumbai, Magenta, 1980, Maroon, December, songs, colored hair, മകയിരം നക്ഷത്രം, 2001, കോഴിക്കോട്, 31, 1996, ബാംഗ്ലൂർ, letter I, social media, 1 week, 13, പൂരുരുട്ടാതി നക്ഷത്രം, മൂലം നക്ഷത്രം, ക്രിക്കറ്റ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.